ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ക്രിയേറ്റീവായിട്ട് എഡിറ്റ് ചെയ്യാൻ പോകുന്ന പിക്ചർ ഇതാണ്. അപ്പോൾ നമ്മളിത് പിക്സാർട്ട് ഉപയോഗിച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ പിക്ചർ എഡിറ്റ് ചെയ്യാനായിട്ട് 2 ഫോട്ടോസ് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കയ്യിലെ ഒരു ഫോട്ടോയും പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ കയ്യിലെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മളിത് പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്തെടുക്കേണ്ടതാണ്. പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം ഈ ക്രാക്കിൻ്റെ ഒരു ഫോട്ടോ, ക്രാക്ക് ഇമേജ് PNG. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ ഓപ്പാസിറ്റി കറക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഇമേജ് സെലക്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈസും ഒപ്പോസിറ്റിയും ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഒപ്പോസിറ്റി ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ഇതിൻ്റെ സൈസ് കറക്റ്റാക്കി ഫിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇറേസ് ടൂൾ എടുത്ത് മുഴുവനായും ഒന്ന് ഇറേസ് ചെയ്ത് കളയേണ്ടതാണ്. അതിനുശേഷം റീസ്റ്റോർ എന്ന് പറയുന്ന ആ ബ്രഷ് ടൂൾ എടുക്കുക. അതിനുശേഷം നമ്മൾ അകത്തുള്ള ആ പോർഷൻ മാത്രം ഒന്ന് റബ്ബ് ചെയ്ത് മാറ്റുക. എന്നിട്ട് ആ ഭാഗത്തിൻ്റെ മാത്രം ഒപ്പാസിറ്റി ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കുക. ഫുള്ളിലേക്ക് വയ്ക്കുക, 100ലേക്ക് ആക്കി വയ്ക്കുക. ഹൺഡ്രഡിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ക്രാക്കിൻ്റെ ഇമേജ് ഒന്നുകൂടി ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ഫോട്ടോ കൊടുക്കുക. അതിനെ സെലക്ട് ചെയ്ത് ഈ ഇമേജിൽ ഒന്ന് കറക്റ്റാക്കി ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റാക്കി അതിൻ്റെ സൈസ് കറക്റ്റാക്കി നേരത്തെ വെച്ചതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.